ട്രേസ് അറൗണ്ട് കണ്ടീഷനിങ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വർക്കിംഗ് പഠിച്ചായിരുന്നു. അപ്പോൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വർക്കിംഗ് പഠിക്കുന്ന ടൈമിൽ ജെയുടെ വാല്യൂവും അതേപോലെ തന്നെ കെയുടെ വാല്യൂ ക്ലോക്കിന്റെ വാല്യൂ 1 ആയി വരുന്ന ഒരു കണ്ടീഷനിൽ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോഗിൾ സ്റ്റേറ്റിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക് ഇൻപുട്ട് 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ, അല്ലെങ്കിൽ ക്ലോക്ക് ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് പ്രീവിയസ് സ്റ്റേറ്റ് തന്നെയായിരിക്കും നമുക്കറിയാം. അപ്പൊ ക്ലോക്ക് ഇൻപുട്ട് 1 ആണ്, ദെൻ ജെയുടെയും കെയുടെയും വാല്യൂ നമ്മൾ 1 എന്ന് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രീവിയസ് സ്റ്റേറ്റ് കണ്ടീഷൻ ക്യൂ എന്ന് പറയുന്നത് 0 ആണെന്നും അതേപോലെ തന്നെ ക്യൂ ബാർ എന്ന് പറയുന്നത് 1 ആണെന്നും നമ്മൾ ഇമാജിൻ ചെയ്തു. ക്യൂ 0യും ക്യൂ ബാർ 1 ആണെന്ന് ഇമാജിൻ ചെയ്തിട്ട് ഈ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ ജെയും കെയും 1 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ ഈക്വൽ ടു 1 എന്നും അതുപോലെ തന്നെ ക്യൂ ബാർ ഈക്വൽ ടു 0 എന്നുമാണ് കിട്ടിയത്. അതായത് പ്രീവിയസ് സ്റ്റേറ്റിൽ ക്യൂവിന് എന്ത് വാല്യൂ ആയിരുന്നു അതിന്റെ കോംപ്ലിമെന്റ് ആണ് ഇപ്പോൾ ക്യൂവിന് കിട്ടിയ വാല്യൂ. അതുപോലെ തന്നെ പ്രീവിയസ് സ്റ്റേറ്റിൽ ക്യൂ ബാറിന്റെ വാല്യൂ എന്തായിരുന്നു അതിന്റെ കോംപ്ലിമെന്റ് ആണ് ഇപ്പോൾ കിട്ടിയ വാല്യൂ. ഇങ്ങനെ 0 എന്ന് പറയുന്നൊരു വാല്യൂ 1 ആയിട്ട് ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ 1 എന്ന് പറയുന്നൊരു വാല്യൂ 0 ആയിട്ട് ചേഞ്ച് ചെയ്തു. ഈ ഒരു രീതിയിലാണ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ജെയും കെയും 1 ആകുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നത്. അങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ടോഗിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ നമ്മൾ വീണ്ടും ഈ ജെ ഈക്വൽ ടു 1ഉം കെ ഈക്വൽ ടു 1 എന്നും തന്നെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വീണ്ടും, അതായത് ഇപ്പൊ ആദ്യമേ ക്യൂവിന്റെ വാല്യൂ 0യും ക്യൂ ബാർ 1ഉം ആയിരുന്നു. അങ്ങനെ ഇമാജിൻ ചെയ്ത് ജെയ്ക്കും കെയ്ക്കും 1 കൊടുത്തപ്പോൾ നമുക്ക് ക്യൂവിന്റെ വാല്യൂ 1 എന്നും ക്യൂ ബാർ 0 എന്നും കിട്ടി. ദെൻ വീണ്ടും ക്യൂ 1ഉം ക്യൂ ബാർ 0 എന്നും വെച്ചുകൊണ്ട് നമ്മൾ ജെയ്ക്കും കെയ്ക്കും 1 കൊടുത്താൽ നമുക്ക് ഈ വാല്യൂ 0 എന്നും ക്യൂ 0 എന്നും ക്യൂ ബാർ 1 എന്നും കിട്ടും. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് 0 1 ആവും, 1 0 ആവും, വീണ്ടും 0 1 ആവും, 1 0 ആവും. ആ ഒരു രീതിയിൽ ഔട്ട്പുട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ടോഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ ഇൻ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ജെയ്ക്കും കെയ്ക്കും വാല്യൂ അപ്ലൈ ചെയ്ത് ഇങ്ങനെ തന്നെയാണോ വരുന്നത് ഔട്ട്പുട്ട് എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ജെയ്ക്കും ക്ലോക്കിനും കെയ്ക്കും 1 കൊടുക്കാൻ പോവാണ്. അതിനു വേണ്ടി ഇനിഷ്യലി നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റ് വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ഈക്വൽ ടു 0 ആണെന്നും ക്യൂ ബാർ എന്ന് പറയുന്നത് 1 ആണെന്നും നമ്മളൊന്ന് ഇമാജിൻ ചെയ്തു. ഇനി നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ്, അത് നമുക്കറിയാം. അത് കൂടെടുത്ത് ജെയ്ക്കും 1 കൊടുത്തു, കെയ്ക്കും 1 കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇപ്പൊ ഇതിലുള്ള നാൻഡ് ഗേറ്റ് നമ്മൾ 1 2 3 4 എന്ന് നമ്പർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ജെ ഈക്വൽ ടു 1 വരുന്നുണ്ട്, ക്ലോക്ക് 1 വരുന്നുണ്ട്, അത് കൂടാതെ ക്യൂ ബാർ ഫീഡ്ബാക്ക് ചെയ്ത് വരുന്നുണ്ട്, അതും 1 ആണ്. അപ്പൊ 3 ഇൻപുട്ടും 1 ആണ്. സോ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 വരും. കാരണം നമുക്കറിയാം നാൻഡ് ഗേറ്റിന്റെ കേസിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ടെങ്കിലും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 കിട്ടും. അതല്ല, ഇൻപുട്ട് എല്ലാം 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ 3 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 കിട്ടും. ഇനി 4 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ കേസിൽ ക്ലോക്ക് ഇൻപുട്ട് വരുന്നുണ്ട്, അത് 1 ആണ്. കെ എന്ന് പറയുന്ന ഇൻപുട്ട് വരുന്നുണ്ട്, അത് 1 ആണ്. ക്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ഫീഡ്ബാക്ക് ചെയ്ത് വരുന്നുണ്ട്, അത് 0 ആണ്. അപ്പോൾ ഒരു ഇൻപുട്ട് 0 ആണ്. സോ 4 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടി. ഇനി ഈ 1 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ഒന്ന് 0 ആണ്, ഒന്ന് ഈ ക്യൂ ബാറിന്റെ വാല്യൂ 1 ആണ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ 0യും 1ഉം ഇൻപുട്ട് ആയിട്ട് വരുന്നു. അപ്പൊ ഒരു 0 ഉണ്ട്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 വരും. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു, അത് 1 ആയിട്ട് മാറി. ഇനി ആ 1 എന്ന് പറയുന്നത് ഈ സെക്കൻഡ് നാൻഡ് ഗേറ്റിലേക്ക് ഇൻപുട്ട് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് നാൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഓൾറെഡി 1 ആണ്. അപ്പൊ 2 ഇൻപുട്ടും 1 ആണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ ബാർ എന്ന് പറയുന്നത് 0 കിട്ടി. ഓക്കെ, ഇനി ക്യൂ എന്ന് പറയുന്നത് 1ഉം
ക്യൂ ബാർ എന്ന് പറയുന്നത് 0 ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ഈ സെയിം ഡിവൈസിൽ ജെക്ക് 1ഉം കെക്ക് 1ഉം ക്ലോക്ക് ഇൻപുട്ട് 1ഉം ആയിട്ട് ഇൻപുട്ട് കൊടുക്കാം. എന്നിട്ട് എങ്ങനെ വരും വർക്കിംഗ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ക്യൂവിന്റെ വാല്യൂ 1ഉം ക്യൂ ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0ഉം ആണ്. ഓക്കെ, അപ്പൊ 3 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് Q1 വരുന്നു, സോറി ക്യൂ ബാർ 0 വരുന്നുണ്ട്, പിന്നെ J1 വരുന്നുണ്ട്, ക്ലോക്ക് 1 വരുന്നുണ്ട്. ഇവിടുന്ന് ക്യൂ ബാർ ഫീഡ്ബാക്ക് ചെയ്ത് വരുന്നത് 0, പിന്നെ ഈ രണ്ട് 1. അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ട് എങ്കിലും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് നാൻഡ് ഗേറ്റിന്റെ 1 വരും. സോ 3 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ 1 വരും. ഇനി ഈ 4 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റ് നോക്കാം. 4 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ഒന്ന് ക്ലോക്ക് ഈക്വൽ ടു 1 ആണ്, പിന്നെ കെ ഈക്വൽ ടു 1 ആണ്. അതുകൂടാതെ ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ 3 ഇൻപുട്ടും 1 വന്നു. സോ 4 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഈ 0 ആണ് നമ്മുടെ സെക്കൻഡ് നാൻഡ് ഗേറ്റിന് ഇൻപുട്ടായിട്ട് പോകുന്നത്. ഇനി സെക്കൻഡ് നാൻഡ് ഗേറ്റിന്റെ അടുത്ത ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യൂ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്ത് വന്നതാണ്. ഓക്കെ, അപ്പൊ ഈ 2 നാൻഡ് ഗേറ്റ് ഇൻപുട്ട് 0ഉം 1ഉം ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ട് എങ്കിലും 0 ആയതുകൊണ്ട് 2 നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ 1 വരും. ഇനി ഈ 1 ആണ് നമ്മുടെ ഫസ്റ്റ് നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് പോകുന്നു. പിന്നെ ഫസ്റ്റ് നാൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടുന്ന് വരുന്നൊരു 1 ഉണ്ട്. അപ്പൊ രണ്ട് ഇൻപുട്ടും 1 ആയതുകൊണ്ട് ഈ ഒരു നാൻഡ് ഗേറ്റിന്റെ, അതായത് ഫസ്റ്റ് നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഇനി 0ഉം 1ഉം വീണ്ടും ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്ത് ജെക്കും കെക്കും ക്ലോക്കിനും ഒക്കെ 1 കൊടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് 0 1 0 1 0 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതേപോലെ തന്നെയാണ് ക്യൂ ബാർ 1 0 1 0 1 0 1 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും ഇങ്ങനെ. പക്ഷെ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ നോർമലി ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് പറയുന്ന ടൈമിൽ നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു. ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ ഔട്ട്പുട്ടിന് വേരിയേഷൻ വരുന്നത്. ഔട്ട്പുട്ട് 0യിൽ നിന്ന് 1ലേക്ക് അല്ലെങ്കിൽ 1ൽ നിന്ന് 0യിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ക്ലോക്ക് ഇൻപുട്ട് ഈക്വൽ ടു 1 ആണ്. ക്ലോക്ക് ഇൻപുട്ടിന് ഒരു ചേഞ്ചും വരുന്നില്ല. ഇൻപുട്ടും സെയിം വാല്യൂ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ക്ലോക്ക് ഇൻപുട്ടിന് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0ഉം 1ഉം ആയിട്ട് ഇങ്ങനെ ടോഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു കണ്ടീഷനാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ ഇൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു. ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്കൊരു ടൈമിംഗ് ഡയഗ്രാം ഉപയോഗിച്ച് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം. ഈ ടൈമിംഗ് ഡയഗ്രത്തിൽ നമ്മൾ ക്ലോക്ക് ഇൻപുട്ടും അതേപോലെ തന്നെ J എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും K എന്ന് പറയുന്ന ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് ഈ Q എന്ന് പറയുന്ന ഔട്ട്പുട്ടിന് വേരിയേഷൻ വരുന്നത് എന്നത് റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ടൈമിംഗ് ഡയഗ്രം നമ്മൾ വരയ്ക്കുന്നത്, നമ്മൾ ആദ്യം ഒരു ക്ലോക്ക് ഇൻപുട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഹൈയും ലോയും വാല്യൂ ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു പൾസ് ആണ്. ഇതാണ് നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട്. ദെൻ നമ്മൾക്ക് ജെയുടെ ഈ ഒരു കണ്ടീഷന്റെ മാത്രമാണ് നമുക്ക് ഈ ഗ്രാഫ് വരച്ച് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ J ഈക്വൽ ടു 1, അതാണ് ഈ ഒരു ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ കെയുടെ വാല്യൂ 1 ആണ്. K ഈക്വൽ ടു 1 ഒരു ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തു. ദെൻ നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ഔട്ട്പുട്ട് പിന്നെ നമ്മൾ Qn+1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ ട്രൂത്ത് ടേബിൾ മോഡിഫൈ ചെയ്തിരുമ്പോൾ പ്രസന്റ് സ്റ്റേറ്റ് എന്ന രീതിയിൽ Q എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ Qn+1 എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ ക്യൂ ബാറിന്റെ കാര്യം പറയുന്നില്ല, കാരണം നമുക്കറിയാം Q എന്താണോ അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ക്യൂ ബാർ. സോ ക്യൂ ബാറിന്റെ കാര്യം പറയുന്നില്ല, Q മാത്രമേ പറയുന്നുള്ളൂ. സോ ഇപ്പൊ ഇവിടെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നു. ക്ലോക്ക് പൾസ് വരച്ചു, J ഈക്വൽ ടു 1 ഒരു ലൈൻ വരച്ചു, K ഈക്വൽ ടു 1 ഒരു ലൈൻ വരച്ചു. ദെൻ Qn+1ന്റെ വാല്യൂ എങ്ങനെ വരും എന്ന് നോക്കാം. നോർമലി ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ആയിട്ട് ഇരിക്കും. നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു, സോ നമ്മുടെ ഔട്ട്പുട്ട് ഹൈ വരും.
ദെൻ ക്ലോക്ക് ഇൻപുട്ട് ലോ ആകുമ്പോൾ ഔട്ട്പുട്ടും ലോ ആവും. ദെൻ ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ വരും. ആ ഒരു രീതിയിലൊരു ഔട്ട്പുട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കി ഞാനിപ്പോൾ ഈ ഗ്രാഫ് ഈ ക്ലോക്ക് ഇൻപുട്ടിന്റെ ഹൈയും ലോയും ഒന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നോർമൽ രീതി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും ഇനിഷ്യലി നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ലോ സ്റ്റേറ്റ് ഇരിക്കുകയാണ്. അപ്പൊ ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ വരും, ക്ലോക്ക് ഇൻപുട്ട് ലോ ആകുമ്പോൾ ഔട്ട്പുട്ട് ലോ വരും. ഈ ഒരു രീതിയിൽ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ നമുക്കറിയാം J1 ആണ്, കെയും 1 ആണ്. ക്ലോക്ക് ഇൻപുട്ട് 1 ആണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ഒരു ക്ലോക്ക് ഇൻപുട്ട് വരച്ചില്ലേ, ഇതിന്റെ ലോ സ്റ്റേറ്റ് ഇതും ഹൈ സ്റ്റേറ്റ് ഇതും ഇങ്ങനെ നമ്മളിപ്പോ ഒരു ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ ഇത് അതിന്റെ ലോ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഇത് അതിന്റെ ഹൈ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്കറിയാം ക്ലോക്ക് ഇൻപുട്ട് 1 ആണെങ്കിൽ, അതായത് ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് J ഈക്വൽ ടു 1ഉം K ഈക്വൽ ടു 1ഉം ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് 0 1 0 1 0 1 എന്ന് പറഞ്ഞ് ഇങ്ങനെ ടോഗിൾ ചെയ്ത് വന്നത്. സോ അത് കാരണം നമ്മുടെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ടൈം ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കില്ല കിട്ടുന്നത്. പകരം ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇനിഷ്യലി ക്ലോക്ക് ഇൻപുട്ട് ലോ ആയിരിക്കുമ്പോൾ നമ്മുടെ Qn+1 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും വേറെ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കാം, ലോയിൽ തന്നെ ഇരിക്കുകയാണ്. ദെൻ ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഇതും ഹൈ ആകും. പക്ഷേ ഈ ക്ലോക്ക് ഇൻപുട്ട് ഇവിടെ നിന്ന് ഇത്രയും വരെ ഉള്ള ഒരു സമയത്ത് ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആണ്. പക്ഷെ നമ്മുടെ Qn+1 അത്രയും ടൈമിലും ഹൈ ആയിരിക്കില്ല, പകരം 0 1 0 1 എന്ന് പറഞ്ഞ അതിന്റെ വാല്യൂ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മുടെ ഈ ഒരു ചെറിയ പോർഷൻ, അതായത് ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആയിരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ ഈ ഒരു രീതിക്ക് ഹൈ വാല്യൂ ലോ വാല്യൂ ഹൈ വാല്യൂ ലോ വാല്യൂ എന്നൊരു രീതിയിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തായിരിക്കും Qn+1 എന്നൊരു ഔട്ട്പുട്ട് വരുന്നത്. ക്ലോക്ക് ലോ ആകുമ്പോൾ വീണ്ടും ഇത് ലോ സ്റ്റേറ്റിൽ പോകും. ക്ലോക്ക് ഹൈ ആകുമ്പോൾ ഹൈ വാല്യൂ ലോ വാല്യൂ ഹൈ വാല്യൂ ലോ വാല്യൂ ഈ ഒരു രീതിയിൽ വരും. ഇങ്ങനെയാണ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ നമ്മൾ Qn+1 എന്നൊരു ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്താൽ വരിക. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് Qn+1 ലോ ആണ്. നമ്മുടെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ക്ലോക്ക് ഇൻപുട്ട് 1ഉം, അതായത് ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആണ്, J ഈക്വൽ ടു 1 K ഈക്വൽ ടു 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 1 0 1 എന്ന് പറഞ്ഞ് ഇങ്ങനെ ചേഞ്ച് ചെയ്താണ് വരുന്നത്. ആ ഒരു കണ്ടീഷനെ ഇപ്പൊ നമുക്ക് ഇത് 1, നമ്മളിപ്പോ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു, ഇങ്ങനെ വരച്ചാൽ ഇത് 1 ആണ്, ഇത് 0, ഇത് നോക്കി ഇത് 1 0 1 0 എന്ന് പറഞ്ഞ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാണ്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇത് നോക്കിയാൽ നമ്മുടെ ഈ ഒരു ടൈമിൽ നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആണ്. ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആയിരിക്കുന്ന ഒരു ടൈമിന് 1 0 1 0 എന്ന് പറഞ്ഞ് ഇങ്ങനെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ട് വരും. ക്ലോക്ക് ഇൻപുട്ട് ലോ ആകുമ്പോൾ ഔട്ട്പുട്ട് ലോ ആണ്. വീണ്ടും ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഹൈ ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. ഇങ്ങനെ വരുന്ന ഈ ഒരു ഔട്ട്പുട്ടിനെ ഇതിനെയാണ് നമ്മൾ ട്രേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അകത്ത് ട്രേസ് അറൗണ്ട് കണ്ടീഷൻ.